നമസ്കാരം. ദി ഐടാപ്പ് ഹാപ്പിനെസ് പ്രോഗ്രാമിംഗിലേക്ക് സ്വാഗതം. സർവേശ്വരൻ അഖിലകോടി പ്രപഞ്ചത്തെയും സർവഭൂതങ്ങളിലും സർവത്തിലും പരിപൂർണമായി പ്രകാശിക്കും ആ ബ്രഹ്മചൈതന്യം എല്ലാവരിലും പൂർണ്ണം ഭവിക്കുകയും പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്കും ബ്രഹ്മം നയിക്കട്ടെ. ഇന്നത്തെ അപ്ഡേറ്റ്: കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രം. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്ന വിഷയം ആർത്തവം, മെൻസസ്. ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ നമ്മളുടെ പൂർവിക ആചാര്യന്മാർ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് അവർക്ക് ധരിച്ചിട്ടുള്ളത്, സയൻസികമായുള്ള വീക്ഷണം എന്താ, മൂന്നാമത്തെ ഘടകത്തിൽ ജ്യോത്സ്യമാരും സാധാരണക്കാരൻ പാമരൻ അവൻ ഏത് രീതിയിലാണ് ഇതിനെ കൊണ്ടടക്കുന്നത്. ഈ മൂന്ന് രീതിയും നമ്മൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതാണ് വേണ്ടത്. അതിൽ സാർവത്രികമായി കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥ ഏത് സബ്ജക്റ്റിലാണ് ഉള്ളതോ അത് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഇന്ന് തിരുക്കുറൽ വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് മുന്നോട്ട് പോവാം. എപ്പൊരുൾ യാർവായ് കേൾപ്പിനും அப்பொருள் மெய்ப்பொருள் காண்பது അറിവു. യാർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. പരീക്ഷണം നിരീക്ഷണം ചെയ്ത് വേണം അതിന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. എപ്പൊരുൾ യാർവായ് കേൾപ്പിനും മെയ്പ്പൊരുൾ അതിൻ്റെ അവസ്ഥ. പക്ഷേ ആ രീതിയിലല്ല ഇന്നത്തെ സബ്ജക്റ്റായ മെൻസസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ് ആദ്യം തന്നെ സയൻസികമായ ഒരു വീക്ഷണം നമുക്ക് നോക്കാം. മെൻസസ് എന്ന് പറയുന്നത് ശരിക്കും എഗ്, അത് ബ്രേക്ക് ചെയ്യുന്നത് മീൻസ് പൊട്ടുന്നതാണ് ബ്ലീഡിങ്. ഈ എഗ് പൊട്ടുന്നതാണ് ബ്ലീഡിങ്. ആർത്തവക്രമം 28 ആണ് ഗൈനക്കോളജിയിലെ ശാസ്ത്രീയമായി കണ്ടെത്തിയ ഡോക്ടർമാർ പറയുന്നത്. ആർത്തവം 28 ദിവസം കൃത്യം. ഈ എഗ് ഗർഭപാത്രത്തിൽ 2 ട്യൂബ്, ഫിലോപ്പിയൻ അണ്ടവാഹിനി കുഴായ് എന്ന് പറയും, ഫിലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇതിൽ ഈ എഗ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് ശരിക്കും. ഈ പ്രോട്ടീൻ്റെ സബ്സ്റ്റൻസ് ബേസ് എന്താണെന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകൾ വിഭിന്നമായ ടേംപ്ലേറ്റുകൾ, അഡിനിൻ, തൈമിൻ, ഗോണിൻ, സൈറ്റോസിൻ, ഗോണിൻ, തൈമിൻ, അഡിനിൻ, യുരാസിൽ, ഇങ്ങനെ ഒരു വിഭിന്നമായ അടുക്കുകൾ ഇങ്ങനെ മാറി മാറി മാറിപ്പോകും. ഒരു 5 കോഡോൺസ്, ജീൻ, പ്രോട്ടീൻ, സെൽസ്, ടിഷ്യൂ, ഓർഗൻ. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്. ഇപ്പോൾ ഒരു മെൻസസ് ആയ സ്ത്രീയുടെ ബ്ലഡ് നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്താൽ അതിൽ ഈ എല്ലാ മിനറൽസുകളും, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അയൺ, എല്ലാതര കെമിക്കൽസുകളും മൂലകങ്ങളും ആ ബ്ലഡിലുണ്ടാവും. ഇതിൽ എവിടെയാണ്
അശുദ്ധി. സയൻസ് ലോകം ചോദിക്കുക, ഇതിലെവിടെയാണ് അശുദ്ധി? അമ്മയുടെ മെൻസസിലാണ്. ആ എങ്ങനെയാണ് എന്തിനാ പൊട്ടെന്ന് പറഞ്ഞാൽ ഓവുലേഷൻ ടൈം, മെൻസസ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ടൈമിലാണ് എഗ്ഗ് ഉണ്ടാവുക. എഗ്ഗ് ഉണ്ടാവാൻ 3 days 72 മണിക്കൂറാണ് പറയുന്നത് ഓവുലേഷൻ ടൈം. ഈ ഓവുലേഷൻ ടൈമിൽ എഗ്ഗ് കാത്തിരിക്കുക ഒരു പുരുഷൻ്റെ ബീജത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ബീജം കിട്ടാത്തപ്പോൾ അത് പൊട്ടുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ആഫ്റ്റർ മാരേജിൽ ഇത് സ്പേമിനെയും എഗ്ഗ് കൂടിയിട്ടാണ് സൈഗോട്ടായിട്ട് പിന്നെ ഗർഭപാത്രത്തിലെ ഓവരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എഗ്ഗ് എന്ന് പറയുന്നത് അതിൽ ബേസിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസുകളാണ്. എല്ലാതരം പ്രോട്ടീൻസുകളും ഉണ്ടാവും. ഇവിടെ അശുദ്ധി എവിടെയാണ് എന്ന രീതിയിൽ സയൻസ് ലോകം ചോദിക്കുകയാണ്. ഈ കപടവാദികളെ എല്ലാ കപടവാദികൾ ചോദിക്കുക. അപ്പോൾ കപടവാദികൾക്ക് മറുപടി പറയാൻ അറിയില്ല. പക്ഷെ നമ്മളുടെ പൂർവികർ മീൻസ് ആയുർവേദത്തിൽ വിദഗ്ധമായ ആചാര്യന്മാർ, സിദ്ധർമാർ, മഹായോഗികളൊക്കെ എന്തിനാണ് മെൻസസ് സമയത്ത് അമ്പലത്തിൽ പോവുന്നത്, അവരങ്ങനെയാണ് ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ആർത്തവം വരുന്ന 2-3 ദിവസങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. മെൻ്റലി ഫിസിക്കലി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മെൻ്റലി ഫിസിക്കലി പറയാൻ കാരണം എല്ലാതര മിനറൽസുകളും പ്രോട്ടീൻസും പോകുമ്പോൾ ഒരു ക്ഷീണം വരും. അത് ഇറിറ്റേഷൻ ആയിരിക്കും. ഡൊഹോമൈനും സെറോട്ടനിൻ എന്ന പീസ്ഫുൾ ഹാർമോൺ ലോ ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ അതിനെ ആസ്വദിക്കാൻ കഴിയില്ല. പറയാൻ കാരണം ഭാഗികമായി ഇരിക്കുന്ന നമ്മളെ റിസിപ്റ്റർസുകൾ കറക്റ്റായാൽ മാത്രമേ ഭാഗികമായി പുറത്തും ഭാഗികമായി അകത്തും ഒരു ലോക്കൽ പ്രോസസ് സൈബിൾസ് എന്ന് അതിനെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ പൂർവികർ അമ്പലത്തിലേക്ക് പോകുന്നത്. ദൈവം നിങ്ങളെ ശപിക്കും എന്ന രീതിയിൽ അല്ല. ദൈവത്തിന് ബൈ പ്രോഡക്റ്റാണ് ആയിട്ടാണ് ഈ ജ്യോത്സ്യന്മാർ മിക്കവാറും കപടവാദികളെല്ലാം നോക്കുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകരുത് എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ മെൻ്റലി ഫിസിക്കലി അസ്വസ്ഥത വരുമ്പോൾ നമ്മളുടെ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിനിലുള്ള സിഗ്നൽസുകൾക്ക് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ പിരിമുറുക്കങ്ങൾ വരും. അതുകൊണ്ടാണ് മെൻസസ് സമയത്ത് അമ്പലത്തിലേക്ക് പോവരുത് എന്നും പറയാൻ ഒരു കാരണം. ഇത് നമ്മളുടെ പൂർവിക സിദ്ധർമാർ, യോഗികൾ ആ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കാലഘട്ടത്തിൽ ഇതെല്ലാം സ്വീകരിച്ചത് ഇൻ്റലിജക്കൽ സ്ക്ലേവറി, ബുദ്ധിപരമായ അടിമത്വം. ഒരു അടിമത്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മിരട്ടി അടിമത്വം ഉണ്ടാക്കുക. സ്ക്ലേവറി, അടിമത്വം ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം ഇതിൽ എവിടെയാണ് അതിൽ എന്തെങ്കിലും ഒരു വൈറസ്, ഒരു അണുബാധ വീട്ടിലെത്തുന്ന സമയത്ത് സ്ത്രീകളുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും അണുബാധ ബാധിക്കണ്ടേ? ആ രീതിയിലാണ് ഒന്ന്. രണ്ടാമത്തത് ജ്യോത്സ്യന്മാർ ഇത് ഏത് രീതിയിലാണ്, കപട ജ്യോത്സ്യന്മാർ ഏത് രീതിയിലാണ് 98% ഏതിലുണ്ട് ഭയം, ആ ദേവനിൻ്റെ കോപം, കുലനാശം, വംശനാശം. ഈ രീതിയിൽ ഒരു നെഗറ്റീവ് വൈറസിനെ എല്ലാവരുടെയും മസ്തിഷ്കത്തിലും അപ്ലോഡ് ചെയ്യുക. ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്രെയിൻ വൈറസ് ഉണ്ടാവും. അത് ബ്രെയിൻ വൈറസ് വരുമ്പോൾ ഈ മെൻസസ് സമയത്തിലൊക്കെ അവർക്ക് ഭയം ഉണ്ടാവാൻ തുടങ്ങും. ഏകദേശം ഒരു 10 കൊല്ലം മുൻപ് നടന്നൊരു വിഷയമാണ്. എങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീ, ഇത് എങ്ങനെയാണ് ജ്യോത്സ്യന്മാർ എടുത്തതെന്ന് ഒരു ഒറ്റ ഉദാഹരണം. ഒരിക്കലും റോങ് ഇൻഫർമേഷൻ ഞാൻ കൊടുക്കില്ല. പറയാൻ കാരണം എവിടെ നിന്ന് പരീക്ഷിച്ചാലും നിരീക്ഷിച്ചാലും ഇന്ത്യൻ കെമിസ്ട്രി, പാകിസ്ഥാൻ കെമിസ്ട്രി, ആസ്ട്രേലിയ കെമിസ്ട്രി, പോളണ്ട് കെമിസ്ട്രി, ഫ്രാൻസ് കെമിസ്ട്രി, അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഇല്ല. സർവേബിൾ എവിടെ നിന്ന് നിരീക്ഷണം ചെയ്താലും ഫലം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഉള്ള ചില വിഷയങ്ങളാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് നിങ്ങളെ വേട്ടയാടും, ഓർത്തുകൊള്ളുക എന്ന് മാത്രം. അങ്ങനെ കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് വന്നത്. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, തിരുവേണി, ആ ഒരു ഭർത്താവാണെന്ന് പറഞ്ഞ്, തിരുവേണി ഇങ്ങനെ ഒരുപാട് ടെൻഷനുകളുണ്ട് ഒരു ശരീരത്തിൽ. അവർക്ക് ഇബ്ലീസ് ജിന്ന് എന്നാ പറയാം, മുസ്ലിംസ് അധികം ജിന്ന് എന്നാ പറയാം.
അത് വേറൊരു കോമഡി, നാളും സീരിയസാണ് പറയണം. അപ്പോൾ ജിന്ന് കൂടിയതാണ്. അപ്പോൾ നിങ്ങൾ അമ്പലത്തിലെ ഭാഗത്ത് എൻ്റെ ഭാര്യ മെൻസസ്സായി പോകുമ്പോൾ അവിടുത്തെ ഭഗവതി കൂടിയതാണ്. മെൻസസ്സുള്ള സമയത്താണ് ഈ ഭഗവതി ഒരു ശരീരത്തിൽ കൂടുക എന്ന് പ്രശസ്തിയായ ജ്യോത്സ്യനാണ് കോഴിക്കോട് പറഞ്ഞത്. അപ്പോൾ അത് കേട്ട ശേഷം ഇവൾക്ക് ഭഗവതിയൊക്കെ സ്വപ്നത്തിൽ കാണും. എങ്ങനെയാണ് ഭഗവതി സ്വപ്നത്തിൽ കാണുന്നത് അതും ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള വിളക്കം ഞാൻ തരാം, അതിൻ്റെ ഡെഫിനിഷൻ തരാം. അങ്ങനെ ഇവർ വന്നിട്ട് ശേഷം ഈ സ്ത്രീ രാത്രിയിൽ ഇങ്ങനെ ഉറക്കച്ചിരിക്കൂ, ആ ഭഗവതി പോലാവും, മണിച്ചിത്രനാള് ശോഭന പോലെയാണ് അവിടെ കഥ. ചുരുക്കി അതന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ സാധാരണയിലേക്ക് രാശി വെച്ചിട്ട് അതൊക്കെ ആ ലോജിക്കിൽ തന്നെ വരണം. ആ ലോജിക്കിലൊക്കെ ചെയ്തപ്പോൾ പിന്നെയും അത് കൂടി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ ലോജിക്കിൽ ചെയ്താലും അവർക്ക് മാറും. ഈ രോഗിക്ക് മരുന്ന് കുടിച്ചാൽ രോഗം മാറും. രോഗം ഉള്ളതുപോൽ അഭിനയിക്കുന്നവർക്ക് മരുന്ന് കുടിച്ചാൽ ഒരിക്കലും മാറില്ല. ഈ ത്രെഡ് നിങ്ങൾ ബ്രെയിനിൽ അപ്ഡേറ്റ് ചെയ്യാം. അവസാനം കുറേ പൂജകൾക്ക് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതങ്ങനെ തന്നെ ഭർത്താവ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയെ ഞാൻ അകത്തിരുത്തി ഭർത്തൻ പുറത്തേക്കിട്ട് ഓപ്പൺ മൈൻഡോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എൻ്റെ അടുത്ത് പറ, ഞാൻ ശരിയാക്കി പറഞ്ഞു. ഓപ്പൺ മൈൻഡ്. അവിടെ സൈക്കോളജിയിൽ ഒരു സ്ട്രൈറ്റായിട്ട് ഒരു ചെറിയ ചോദ്യം, അവർ മുഷിപ്പിക്കാത്ത രീതിയിൽ. അപ്പോൾ തിരുമേനി എൻ്റെ ഭർത്താവോട് പറയോ? ഇല്ല, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഭയങ്കര ശല്യമാണ് തിരുമേനി. അവൻ കുളിക്കുന്നത് നോക്കുക, ബാക്കിൽ നിന്ന് നോക്കുക, എൻ്റെ സെഡി എടുത്തിട്ട് അവൻ ഇടുക, പല തവണയായിട്ട് പറഞ്ഞിട്ടും പിന്നെ അവനെ എന്നെ സെക്സ്വലായിട്ട് റാപ്പ് ചെയ്യാണ് തിരുമേനി, എനിക്ക് അവിടെ നിന്ന് വീട് മാറി കിട്ടണം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ആ ജ്യോത്സ്യൻ പറഞ്ഞത് മെൻസസിൽ ഭഗവതി കൂടി, ഇവൾ അഭിനയിക്കുകയാണ് ചെയ്തത്, ചിലപ്പോൾ ഭഗവതിയെ കാണുകയും ചെയ്യും. ഇത് രണ്ടും കൂടി ഒരു കോംപ്ലിമെൻ്ററി സ്റ്റോറി ആയിട്ടത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വേണ്ടത്, ആ വീട്ടിൽ നിന്നൊന്ന് മാറി കിട്ടണം തിരുമേനി, അത്രയും. അവസാനം ഭർത്താവ് വിളിച്ച് പറഞ്ഞ് ഈ ഭൂമിയിൽ ബ്രഹ്മരക്ഷസ് ഉണ്ട്, രക്ഷസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ വീട് മാറി താമസിക്കണം. ആ വീട് താമസിച്ചു, ഇപ്പോൾ സന്തോഷമായി ജീവിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഭഗവതി അവർ കണ്ടത്? ഈ സാധാരണ നിലയ്ക്ക് ജ്യോത്സ്യന്മാർ നെട്ടിപ്പിക്കുന്ന രീതി, മെൻസസ് ഒരു ശാപം, നമ്മൾ പൂർവികർ കൊണ്ടുവന്ന ആ രീതിയല്ല, സയൻസികമായ ലോകത്തിലുള്ള വിഷയമാണ് പൂർവിക ആചാര്യന്മാർ ഈ രീതിയിൽ അവർ കൊണ്ടുവന്നത്. ഈ രണ്ടും നമ്മൾക്ക് അനാലൈസിങ് ചെയ്താൽ കുറേയൊക്കെ ഒത്തുപോകും. മൂന്നാമത്തെ അടുക്കിലുള്ള ജ്യോത്സ്യന്മാരാണ് ഇത് നശിപ്പിച്ച് കളയണത്. പറയാൻ കാരണം അവർക്ക് പണം ഉണ്ടാക്കണം. നിങ്ങൾ എന്തായാലും തിരക്കേടില്ല, പണം 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 പണമേതാണ്, കാസേതാണ് കടവുലടാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞ് സുഖമായിട്ട് താമസിച്ച് ഓക്കൗട്ടായി. പിന്നെ എങ്ങനെയാണ് ഭഗവതി അവർ കാണുന്നത്? നമ്മളുടെ ബ്രെയിൻ, ഹെഡ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഫ്രണ്ടൽ കോർട്ടക്സ്. ഈ ഹെഡ് ബ്രെയിനിലാണ് ഹിപ്പോകാമ്പസ്. നമ്മൾക്ക് ഓക്സിജൻ്റെ ഫ്ലോ നമ്മൾക്ക് എപ്പോഴും ന്യൂറോൺസിൽ കറക്റ്റായിരിക്കണം. ഇതിൽ ലെയറുകളുണ്ട്. ഭഗവതി, കുട്ടിച്ചാത്താൻ, ക്രിസ്തു, കർത്താവ്, പാമ്പുകൾ, നാഗയക്ഷി, രാജയക്ഷി, ഞാൻ, എൻ്റെ വീട്, ഗ്രഹം, ഇങ്ങനത്തുള്ള എല്ലാ ഇൻപുട്ട് ഇമേജുകളും ഹിപ്പോകാമ്പസ് മെമ്മറീസിൽ, ലോഡ് മെമ്മറീസിൽ ഉണ്ടാകും. അവിടെ ഈ ഓക്സിജൻ ഫ്ലോ കറക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾ കറക്റ്റ് അടുക്കുകളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ബ്രെയിനിൽ ഓക്സിജൻ്റെ ഫ്ലോ കുറയും, ഇൻപുട്ട് ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാകും, താഴെയുള്ള ലെയർ മുകളിലേക്ക് വരും. അപ്പോൾ അവർ കൺട്രോൾ നഷ്ടപ്പെടും ഓക്സിജൻ്റെ ഫ്ലോ കുറയുമ്പോൾ. അതുകൊണ്ട് മെൻസസ് ശാപം എന്ന് ഭഗവതിൻ്റെ ഒരു ഭഗവതിൻ്റെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ അവൻ കാണും. ഓക്സിജൻ്റെ കുറവാണ് ഭഗവതി അവൻ കാണുന്നത്. ഇതാണ് മദ്യപിക്കുന്നവനക്കും അതാണ് സംഭവിക്കുന്നത്. മദ്യപിക്കുമ്പോൾ ഓക്സിജൻ്റെ ഫ്ലോ ബ്രെയിനിൽ കുറയും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാം. ഈ കൺട്രോൾ ഉണ്ടാക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ന്യൂറോൺസിൽ വ്യത്യാസം ഉണ്ടാവും, മീൻസ് സിഗ്നൽസുകൾ താളം തെട്ടും. അതുകൊണ്ടാണ് മദ്യപിക്കുന്ന എല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്യാതെ പറയുന്നത്. ഈ ഒരു മെത്തേഡ്സ് തിയറി വെച്ചിട്ടാണ് ജ്യോത്സ്യന്മാർ മെൻസസിനെ കുറിച്ചിട്ട് തെറ്റായ വ്യാഖ്യാനം നടക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാവരും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്രയാണ്.
പക്ഷേ അവർ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കും. എല്ലാ കാര്യങ്ങളും A to Z വരെ ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കും. അവസാനം ഒരു ദിവസം ഞങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പോയി വന്ന സമയത്ത് അവൾ വണ്ടിയിൽ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മെൻസസ്സായി പോയി, എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തൊക്കെയോ ആവുന്നുണ്ട്. അപ്പോൾ മെൻസസ് എന്താ, വാട്ട് ഈസ് ദ മെൻസസ് എന്ന് ക്ലാസ് എടുത്ത് കൊടുത്തു. അതോടുകൂടി ഒരു അസ്വസ്ഥത പോയി. എപ്പോഴും അതിൻ്റെ എന്താണ് അതിൻ്റെ ഉൾപ്പൊരുൾ അത് കാണണം. മെൻസസ് ഒരു ദോഷമില്ല, പക്ഷേ അമ്പലത്തിൽ പോവരുത് എന്നുള്ള പറയാൻ കാരണം ഫിറ്റ്നസ്സിൽ വ്യത്യാസം ഉണ്ടാവും. അവർക്ക് അമിക്കലയുടെ ഫങ്ഷൻ, ഈ ടെൻഷൻ, ദേഷ്യം, കോപം, അമിക്കലയുടെ ഫങ്ഷൻ കൂടും. അതുകൊണ്ട് അമ്പലത്തിലും ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകരുത്. ജ്യോത്സ്യന്മാരെന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ശാപം, ദൈവത്തിൻ്റെ കോപം വിരട്ടി വയ്ക്കുക, വിരട്ടി ഭയം ഉണ്ടാക്കി വയ്ക്കുക. ആ ഭയമാണ് അവർ മാർക്കറ്റിംഗ് ആക്കി മാറ്റുന്നത്. പിന്നെ അവർ പറഞ്ഞാൽ കൃത്യം നടക്കും. ഇതിലാണ് അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ മസ്തിഷ്കം നിങ്ങളെ പറ്റിക്കുന്നതാണ്. നിങ്ങൾ ഓരോരോ അനുഭവത്തിനെയും നിരീക്ഷണം ചെയ്താൽ നിങ്ങൾ തെളിഞ്ഞ യോഗിയായി മാറും. എപ്പൊരുൾ യാറുവായി കേൾപ്പിനും അപ്പൊരുൾ മെയ്പ്പൊരുൾ കാൺപത് അറിവ് എന്നൊരു വാക്യം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിരീക്ഷണം ചെയ്താൽ ഒരു ജ്ഞാനം, അതാണ് സർവോദയം, അൺലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം, അൺലൈറ്റ്മെൻറ്റ്. അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ ഒരു പരീക്ഷണം വേണം എന്നൊരർത്ഥത്തിൽ മാത്രമാണ് ഇത് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാം, ഒരു ജ്യോത്സ്യൻ കറക്റ്റ് പറയുമ്പോൾ എങ്ങനെയാണ് അനുഭവം വരുന്നത്. ഇപ്പം ഞാൻ തികച്ചും ഒരു വിശ്വാസിയാണ്. വിശ്വാസം അന്ധവിശ്വാസത്തെ തമ്മിൽ എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ധവിശ്വാസത്തിന് പിന്നിൽ ഒരു സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല, വിശ്വാസത്തിന് മുന്നിൽ ഒരു സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഒരു കറുത്ത പൂച്ചയെ നിങ്ങൾ കാണാം. കറുത്ത പൂച്ചയെ കാണുമ്പോൾ അന്നത്തെ പരിപാടി നിങ്ങൾ നിർത്തിവെക്കും. എന്തുകൊണ്ട്? കറുത്ത പൂച്ച കണ്ടുകൊണ്ട് പരിപാടിക്ക് പോയാൽ യാത്രകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, അനിഷ്ടങ്ങൾ വരും, അന്നത്തെ കാര്യം കട്ട പുകയാവും. അതുകൊണ്ട് പരിപാടി മാറ്റിവെക്കുന്നു. നിങ്ങളടുത്ത് ചോദിക്കുക, അച്ഛാ കറുത്ത പൂച്ച ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് അച്ഛാ, അതിന് ശാസ്ത്രീയം പറയാൻ കഴിയില്ല. പൂർവികർ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. തത്തമ്മ പൂച്ച, അച്ഛനും കോൺഗ്രസ്, ഞാനും കോൺഗ്രസ്. എന്നാൽ ഇതാണ് അന്ധവിശ്വാസം. അതിന് പിന്നിൽ ഒരു സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ ഇയാൾക്ക് പറയാൻ കഴിയില്ല. അതാണ് അന്ധവിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഞാൻ ഒരു കാര്യത്തോട് ഇറങ്ങാൻ പോകാൻ സമയത്ത് മേഘം, ആകാശം കറുത്ത മയത്തിലിരിക്കുക, മേഘമൂട്ടങ്ങളൊക്കെ ഇരുടായി കിടക്കുക, ഒരു നേരിയ തണുപ്പ് കാറ്റടിക്കുന്ന, അപ്പം മഴ വരും. അതിന് പിന്നിലാണ് കറുത്ത മേഘമൂട്ടം, കുളിർന്ന കാറ്റ്, മഴ വരും. അന്നത്തെ പരിപാടിനെ മാറ്റിവെക്കുക, പോയാൽ പോലാവും. നമ്മൾ ഏതൊരു വിശ്വാസത്തിന് പിന്നിൽ ഒരു സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ വേണം, അത് വിശ്വാസം. അന്ധവിശ്വാസം സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണുണ്ടെങ്കിൽ ജ്യോത്സ്യന്മാർ പറയുന്ന ദൈവകോപം എന്ന് പറഞ്ഞാൽ, മെൻസസ്സായ സ്ത്രീ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രം ഒന്നാകെ പൊളിഞ്ഞു വീഴണം, പള്ളി ഒന്നാകെ വീഴുന്നില്ല. പൂർവിക കാഴ്ചപ്പാട് സ്ത്രീകൾ എന്താ പോവരുത് എന്നാ പറയാനുള്ള കാരണം, മെൻസസ് ടൈമിൽ മെൻ്റലി ഫിസിക്കലി അസ്വസ്ഥത ആവും. അതുകൊണ്ടാണ് പോവരുത് എന്നുള്ള പറയാൻ കാരണം. മൂന്നാമത്തെ ഘടകത്തിലുള്ള ജ്യോത്സ്യന്മാർ ഇതൊക്കെ കൂടി കോളാക്കി വെച്ച് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവനും കുളമാക്കുന്നത് ജ്യോത്സ്യം തന്നെയാണ്. ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ടവൻ 5 നേരം നിസ്കരിച്ച് എവിടെയും പോയി അല്ലാഹുവിനെ അംഗീകരിച്ചോ നബി അംഗീകരിച്ചോ എന്ന് രാശി വയ്ക്കാറില്ല. എല്ലാ ഞായറാഴ്ചയും ക്രിസ്ത്യൻ കുർബാന ചെയ്തിട്ട് കർത്താവ് അംഗീകരിച്ചോ ക്രിസ്തു അംഗീകരിച്ചോ എന്ന് എവിടെയോ രാശി വയ്ക്കാറില്ല. 10 ദിവസം നാഗപൂജയും ചെയ്ത് 10 ദിവസം ഗുരുവായൂരപ്പൻ തൊഴുത് 11ാമത്തെ ദിവസം എവിടെയെങ്കിലും രാശി വയ്ക്കുമ്പോൾ ദൈവഭോഗം എന്ന് പറയും. പറയാൻ കാരണം ഇവൻ നിങ്ങൾ നന്നാക്കാനല്ല ഉള്ളത്. പറയാൻ കാരണം നിങ്ങൾക്കുള്ള പിന്നിൽ നിൽക്കുന്ന ഏതെങ്കിലും ന്യൂനതകളെ അവർ കൊണ്ടുവന്ന് ഭയം ഉണ്ടാക്കി നിങ്ങളെ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു മാറ്റർ ഉണ്ടാക്കും. ഇതാണ് വിഷയം. അതുകൊണ്ട് ഈ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്നത് ജ്യോത്സ്യന്മാർ തന്നെയാണ്. പിന്നെ മെൻസസ്സായ സ്ത്രീ ശുദ്ധി പുണ്യാംഗം ചെയ്ത് ഒരു 10 നമ്പൂരിമാരോ 10 ശാന്തികാരോ വന്നിട്ട് ശുദ്ധി പുണ്യാംഗം ചെയ്ത് മെൻസസ്സൊക്കെ പോയി അശുദ്ധിയൊക്കെ പോയി എന്ന രീതിയിൽ ഭഗവതി നിങ്ങളെ അംഗീകരിച്ചു. പിന്നീട് ഇവർ എവിടെയെങ്കിലും രാശി വയ്ക്കുമ്പോൾ ഈ ദോഷം പിന്നെയും പറയും. അപ്പോൾ അന്ന് പറയും പുണ്യാംഗം ചെയ്തതിൽ മന്ത്രം പോരാ, നമ്പൂരിമാർ ചെയ്ത ക്രിയ പോരാ, 10 മട്ടത് പൂജ ചെയ്ത് പോരാ, അശുദ്ധിയുണ്ട്, ദൈവകോപമുണ്ട്, വേറൊരു നമ്പൂരി കൊണ്ട് വേറൊരു ശാന്തികാരം ചെയ്യണം. ഈ ജ്യോത്സ്യനക്കും ആ നമ്പൂരി തമ്മിൽ കമ്മീഷൻ. ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൽ ജനങ്ങൾക്ക് ഐ ടാപ്പ് ഹാപ്പിനെസ് പറയുന്ന വ്യത്യാസം, ഏത് ജോത്സ്യനടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാലും അതിന് സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിക്കണം. പറയാൻ കാരണം സയൻസാണ് ഈശ്വരൻ, ദൈവത്തെ ബൈ പ്രോഡക്റ്റായിട്ട് കാണുന്നതാണ് മതം എന്ന് പറഞ്ഞാൽ. ആത്മികത എന്ന് പറഞ്ഞാൽ അത് പ്രാപഞ്ചിക തത്വമാണ്. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഉണ്ടായതാണ്. ജ്യോതിഷത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് സൈബിൾസിലാണ്, സാർവത്രികമല്ല. പക്ഷെ അവൻ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ വെച്ച് നിങ്ങൾ വിരട്ടി നിങ്ങൾ സ്വീപ്പാക്കും. അതുകൊണ്ട് മാർച്ച് 16 തീയതി നിങ്ങൾക്ക് ഒരു ദിവസം വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കൃത്യം നിങ്ങൾക്ക് സംഭവിക്കും. എങ്ങനെയാ? നിങ്ങളൊരു വിശ്വാസിയാണുണ്ടെങ്കിൽ ഭയമുണ്ടാവും. ആ ഭയം നിങ്ങൾക്ക് സെറോട്ടോണിൻ ഫംഗ്ഷനെ കുറയ്ക്കും, അമിഗ്ഡല ഫംഗ്ഷനെ കൂട്ടും. ഇടയ്ക്കിടയ്ക്ക് കലണ്ടർ നോക്കും, മാർച്ച് 11 എത്തി, 10 എത്തി, 8 എത്തി, 9 എത്തി, 10 എത്തി. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വിറയൽ വരാൻ തുടങ്ങും. ബോഡിയിൽ pH കുറയാകും. ബോഡി അസിഡിക് ആകുമ്പോൾ മോട്ടാർ കോർണക്സിന് നിറവും ഇപ്പോൾ കോമ്പാക്സിൻ്റെ ഓക്സിജൻ ഫ്ലോ കുറവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൈകളിൽ വിറയ്ക്കും, എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് കുത്തും. അന്നേരം പറയും ആ ജ്യോത്സ്യം പറഞ്ഞതുപോലെ കറക്റ്റായി. ഇതാണ് ജ്യോത്സ്യന്മാർ വിജയിക്കാൻ ഒരു കാരണം. നിങ്ങളുടെ ബ്രെയിനിലുള്ള സിഗ്നൽസുകളെ അവർ കുറച്ച്, അവർ പറഞ്ഞ കുറേ കാര്യങ്ങളിനെ ഉരുട്ടി നിങ്ങൾ വായിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ച് കളയാ ചെയ്തു. അതുകൊണ്ട് ഇതുമാതിലുള്ള പരിപാടികൾക്ക് ആരും നിൽക്കുന്നത്. നേരെ വാ നേരെ പോ, കുറച്ച് ലോജിക്കുകൾ എന്താണ് പഠിക്കുക. ഇതാണ് പൂർവിക മെൻസസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഗ്രഹദോഷം, അതുദോഷം, ഈ ദോഷം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കും. ഇതിന് പിന്നിലും ഒരുപാട് ആൾക്കാരുടെ മാഫിയ ഉണ്ട്. എനിക്ക് ഒരുപാട് ഭീഷണികളൊക്കെ വരാണ്ട്, പിന്നെ ഞങ്ങൾ കൊല്ലും, ഞങ്ങളെ ശരിയാക്കി തരും, കൈകാലി എടുക്കും, കുറേ ഭീഷണികളൊക്കെ എനിക്ക് വരാറുണ്ട്. എന്നെ ഒന്നും ബാധിക്കില്ല. നെറ്റിക്കൻ തെരപ്പിനും കുറ്റം കുറ്റമേ, ദൈവം പോലും കുറ്റം ചെയ്താൽ കുറ്റം കുറ്റം തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, നക്കീരൻ ഒരു യോഗിയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും പങ്കാളികളാവുക. സയൻസാണ് ഈശ്വരൻ, അത് നമുക്കും മറ്റുള്ളവർക്കും ഗുണം ഒരുപോൽ ആവണ രീതിയിൽ ഒരു പുതിയ ലോകം നമുക്ക് യൂട്യൂബിൽ കൂടി സൃഷ്ടിക്കാം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. മാർച്ച് 25 തീയതി പറയാണ് രുദ്രാക്ഷം മഹാപഞ്ചാക്ഷരയജ്ഞം, മന്ത്രജപം എങ്ങനെയാണ് കോസ്മിക് എനർജി ആയിട്ട് നമുക്ക് വരുന്നത്, കുറച്ച് സെറോട്ടോണിൻ ഫംഗ്ഷൻ എങ്ങനെയാണ് കൂട്ടുന്നത് ഒരുപാട് അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാർച്ച് 25 തീയതി 8 മണിക്ക് എല്ലാം എത്താം. പ്രവാസികൾക്ക് ആഗ്രഹമുണ്ട് രുദ്രാക്ഷം വേണമെന്ന്. പ്രവാസികൾ എന്ത് ചെയ്യണം? എൻ്റെ നമ്പറിൽ നിങ്ങൾ അഡ്രസ്സും വീട്ടുപേരും നക്ഷത്രം ടൈമിംഗ് ഇതെല്ലാം ഒരു കോഡാണ്, വേറെ ഒന്നല്ല, നിങ്ങൾ അയക്കണം. ഇനി ഞങ്ങൾ രുദ്രാക്ഷം പ്രവാസികൾക്ക് എടുത്തു വെക്കും. എടുത്തു വെച്ച ശേഷം നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വാങ്ങിക്കാം. അന്ന് വാങ്ങിക്കുന്ന സമയത്ത് വാസിയോഗം സ്വല്പം ന്യൂറോൺസുകളെ ബാധിക്കാത്ത രീതിയിൽ ആൽഫ മെഡിറ്റേഷനും നാം പഠിപ്പിച്ചതും. ആൽഫ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. ഇപ്പോൾ സെറോട്ടോണിൻ ഫംഗ്ഷൻ കൂട്ടി കൊടുക്കുന്ന പരിപാടിയാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തണം. അതുപോലെ തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റി സാമ്പത്തികമായിട്ട്, പക്ഷേ രുദ്രാക്ഷത്തിന് പൈസ വെച്ചാൽ ഇയാൾ തട്ടിപ്പണി തരികടയാണ് ഓടും. അപ്പോൾ ജപം ജപിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മൈൻഡ് മാറി ലെഫ്റ്റ് ബ്രെയിനിൽ പ്രവർത്തിക്കും, റൈറ്റ് ബ്രെയിനിൽ സെറോട്ടോണിൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നാം പൈസ വാങ്ങിക്കാത്ത ഇതാണ് ചെയ്യുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഈ സെറോട്ടോണിൻ ഹാർമോൺ രുദ്രാക്ഷത്തിൽ കൊടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഒരു സംശയമില്ല, ഒരുപാട് മാറ്റങ്ങൾ വരും. ഇവിടെ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കേരള ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്, ബുക്കിംഗ് ചെയ്യുന്നുണ്ട്. കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുപാട് എല്ലാ ജില്ലയിൽ നിന്നും ആൾ വരിൻ്റെ മാങ്കാവ് എന്നൊരു ബ്ലോക്ക് ആവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ വർക്ക് അന്നദാനം മുഴുവൻ റിസ്ക്കിനാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ തലേന്ന് 24 തീയതി വൈകുന്നേരം വരുന്ന ദൂരത്തുള്ള ആൾക്കാരുകൾ കോഴിക്കോട് ആന്ധ്രത്തിൽ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് അന്നദാനത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ക്ഷേത്ര കമ്മിറ്റീൻ്റെ അക്കൗണ്ട് നമ്പർ, ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റീൻ്റെ അക്കൗണ്ട് നമ്പർ, ക്ഷേത്രത്തിലെ ഭരണസമിതി അക്കൗണ്ട് നമ്പർ അയച്ചു തരാം. അതിൽ അന്നദാനത്തിലേക്കുള്ള പൈസകൾ പ്രവാസികൾ മറ്റുള്ളവർ ഫിക്സഡ് അല്ല, നിങ്ങൾക്ക് തോന്നി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, വേറെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല. പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ പന്തലൊക്കെ വേണം, ഇവിടെയൊക്കെ നിറച്ച് പന്തലുണ്ടാവും. വാസിയോഗം ധ്യാനം പഠിപ്പിക്കും. രുദ്രാക്ഷം 22 തീയതി വരെ ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും എത്തണം. എത്ര പരിപാടികളുണ്ടെങ്കിലും എല്ലാ ദിക്കിൽ നിന്നും എല്ലാവരും നന്നായി വരട്ടെ. നമസ്കാരം.